റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു അയൽവാസി വേദനിപ്പിച്ചാൽ, ഒരു അയൽവാസി ബുദ്ധിമുട്ടിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ വിജയം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിനക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിന്റെ ആരാധനകളെ ചുരുട്ടി വലിച്ചെറിയപ്പെടുമെന്ന് മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, മന്നാദാ ജാറഹു ഫഖദ് ആദാനി. ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസി വേദനിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാൾ അവന്റെ അയൽവാസിയെ വിഷമിപ്പിച്ചാൽ, ബുദ്ധിമുട്ടിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ, ആരെങ്കിലും ഒരു അയൽവാസിയുടെ പേരിൽ ഫിത്ന പറഞ്ഞാൽ, അവന്റെ വീട്ടിലേക്കുള്ള വഴിമുടക്കിയാൽ, അവന്റെ പേരില്ലാത്തത് പറഞ്ഞുകൊണ്ട് നാട് മുഴുവനും അവന് ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കി അവന്റെ മാനം കെടുത്തിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖദ് ആദാനി, പെണ്ണേ നീ നാണം കെടുത്തിയതും നീ അവിടുന്ന് ഗീബത്ത് ഫിത്ന ഫസാദ് പറഞ്ഞത് ആ അയൽവാസിയെ കുറിച്ചല്ല, നിന്റെ പ്രിയപ്പെട്ട മുത്തുനബിയാണ്. ആ മുത്തുനബിയെ വേദനിപ്പിക്കുന്നതിനോട് തുല്യമാ, ആ മുത്തുനബിയെ വിഷമിപ്പിക്കുന്നതിനോട് തുല്യമാണ്. ഒരു അയൽവാസിയോട് പിണങ്ങാന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയോട് പിണങ്ങലാണ്. ഒരു അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴിമുടക്കുക എന്ന് പറഞ്ഞാൽ അത് മദീന റൗള ശരീഫിലേക്കുള്ള വഴിമുടക്കലാണ്. ഒരു അയൽവാസിയുടെ പേരിൽ ഫിത്ന പറയാന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ മുത്തിന്റെ പേരിൽ ഫിത്ന പറയലാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രമാത്രം പറഞ്ഞു നിർത്തുന്നില്ല, വമന്നാദാനി ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ, മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, എന്നെ വിഷമിപ്പിച്ചാൽ, എന്നെ ഇടങ്ങീറാക്കിയാൽ അത് അല്ലാഹനെ ഇടങ്ങീറാക്കും പോലെയാണ്, അല്ലാഹനെ ബുദ്ധിമുട്ടിക്കും പോലെയാണ്. ഒരു അയൽവാസിയെ ചീത്ത പറഞ്ഞാൽ അത് അല്ലാഹനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ചീത്ത വിളിക്കും പോലെയാണ്. ഒരു അയൽവാസിയുടെ പേരിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ മദീന റൗളയിൽ കിടക്കുന്ന മുത്ത് ഹബീബിന്റെ പേരിൽ കേസ് കൊടുക്കുന്നതിനോട് തുല്യമാണ്. ഒരു അയൽവാസിയോടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോ അത് അള്ളയും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനോട് തുല്യമാണ്. പിന്നെ എന്തിനാണ് നിന്റെ സ്വലാത്ത് നിന്റെ മുത്ത് ഹബീബിന്? പിന്നെ എന്തിനാണ് നിന്റെ ഖുർആൻ?